വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ഒരു വണ്ണപ്പുറം വാട്ടർഫോൾസിലേക്കാണ്. അത് നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കണ്ടു. അപ്പോൾ എന്തായാലും അതിലേക്ക് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു മോനും വന്നിട്ടുണ്ട്. അവനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം പോയി വരാം. നല്ല വെയിലാണല്ലേ? കണ്ണട വെച്ചാൽ വലിയ തോന്നുന്നില്ല. അതാ ഞാൻ എപ്പോഴും പറയണത്. നല്ല കൂളായ ചേട്ടന് ചൂട് കാരണം കണ്ണട വയ്ക്കാം. അല്ലെങ്കിൽ കണ്ണട വയ്ക്കാൻ പറഞ്ഞാൽ വെക്കൂല കേട്ടോ. ഇപ്പഴേ കണ്ണൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്നും കണ്ണടയൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പൊ ചേട്ടനിപ്പോ ഇവിടെ കണ്ണിന് പ്രൊട്ടക്ഷനാണ്. അത് ഞാൻ നിന്നോട് കണ്ണട വയ്ക്കാൻ പറഞ്ഞു. പിന്നെപ്പോ ചെല്ലാന്നല്ല, പതിയെ പോയാൽ മതി. ഒരുപാട് സ്പീഡിൽ പോകണ്ട. രണ്ട് സൈഡും റോഡിന്റെ വർക്ക് എടുക്കുക. AC ഒട്ടും ബാഗിലേക്ക് വരുന്നില്ല. അത് ഞാൻ കുറച്ചിട്ടാണ് ഭയങ്കര ഒരു കാറ്റ്. ഇവിടെ എനിക്ക് റോഡ് പണി നടക്കുന്ന ഈ കാണയുടെ ഇതാണ് സംഭവം. കാരണം ഈ ഇവിടെ ഒക്കെ രാത്രിയെ കുറിച്ച് ഭയങ്കര ബ്ലോക്കല്ല, റോഡിന്റെ വർക്ക് കാരണം. കടമറ്റപ്പള്ളി ഇതാണ് കത്തനാരുടെ ഐതിഹ്യമുള്ള പള്ളി. കേട്ടിട്ടുണ്ട്. ദൂരെ പോകാൻ പറ്റിയിട്ടില്ല. നമുക്കത് ഇപ്പൊ മൂവാറ്റുപുഴ സിഗ്നലായി. അപ്പൊ അങ്ങനെ കറക്റ്റ് സിഗ്നലിൽ കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഏകദേശം ലൊക്കേഷൻ കാണിക്കുന്നത് ഒരു 50 മിനിറ്റ്, 53 കിലോമീറ്റർ. പിന്നെ നല്ല ദൂരമുണ്ട്. സൺഡേ ആയിട്ടായിരിക്കും ഷോപ്പൊക്കെ ക്ലോസ് ആയി കിടക്കുന്നത്. കുറെ എണ്ണം തുറന്നിട്ടുണ്ട്, കുറെ എണ്ണം ക്ലോസ് ആണ്. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ലീവെങ്കിലും വേണ്ടേ? അതാണ് അവർ സൺഡേ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ക്ലോസ് ചെയ്തേക്കണേ അല്ലേ? മൂവാറ്റുപുഴ മാർക്കറ്റിന്റെ അകത്ത് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമോ? അതിന് ഞാൻ പപ്പയോട് പറയണം ഇങ്ങനെ ഇറങ്ങാൻ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയാൽ എല്ലാ കാഴ്ചകളും കാണാം. എല്ലാവർക്കും നമ്മളെയും കാണാം. വണ്ടിയിലേക്ക് ജനങ്ങളെ കാശിടും പോലെ നമ്മുടെ മോനും നമ്മുടെ വണ്ടിയിലേക്ക് കാശിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കാം. വണ്ടിയിലേക്ക് കാശല്ല, നമ്മുടെ ഫണ്ടിലേക്ക് കാശ് ഇങ്ങനെ വരണം. വിദേശ ഫണ്ടാണ് ഇപ്പൊ നമുക്ക്. അതല്ല, അത് ദുരിതാശ്വാസ ഫണ്ടല്ല. ഇത് മകന്റെ ഫണ്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് പോണം. റിട്ടയർമെന്റ് ലൈഫ് ലൈഫാണ്. അല്ല, വണ്ണപ്പുറം തുടങ്ങി ആയോ? ആവാറായി. നമ്മുടെ അവിടെ എഴുതിയത് കണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അപകട വളവെന്ന് എഴുതിയത് അച്ഛൻ കണ്ടായിരുന്നു. നമ്മള് മെയിൻ റോഡില്ലേ, അത് പോക്കറ്റിൽ വരുമ്പോ അവര് ശ്രദ്ധിക്കണം. പക്ഷെ അവൻ കയറി വന്നു. അപകട വളവെന്ന് പറയലും നല്ലൊരു വളവാണല്ലേ? അടിപൊളി വളവാണ്. അപ്പേ കൊടും വളവ് പോലെ തോന്നുന്നു. ഇത് കോതമംഗലം റൂട്ടല്ലേ? നമുക്ക് ലെഫ്റ്റ് ആണ്. കോതമംഗലം റൈറ്റ് ആണ് കാണിച്ചത്. പക്ഷെ നമുക്ക് റെഡ് ലെഫ്റ്റിലേക്കാണ്. ഇങ്ങനെ ഈ റൂട്ട് തന്നെ ഇങ്ങനെ തന്നെ പൊക്കോട്ടെ. നേരെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. നമുക്ക് ലെഫ്റ്റ് തന്നെ. നേരെ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകണ്ട. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നില്ലേ? അതെ. ചിലപ്പോ അത് ഇവിടുത്തെ പിടിച്ചാണോ? പിടിച്ചാണോ പേര് ഇഷ്ടം പോലെ പേരുകളുണ്ടല്ലോ. തിരുവനന്തപുരം ഞാൻ ആദ്യമായിട്ട് ഇതിപ്പോ രണ്ടാമത് കേൾക്കണം. സിനിമ കഴിഞ്ഞ പിന്നെ കേൾക്കണം ഇപ്പോഴാണ്. റൂട്ട് കണ്ടപ്പോഴേ എന്തായാലും നമുക്ക് പോയി കാണാലോ. കാണുമ്പോഴല്ലേ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നത്. റോഡിന്റെ രണ്ട് സൈഡ് മാവുകളും അല്ലേ, എണ്ണ പച്ചപ്പാണ്, എണ്ണ തണുപ്പാണ്. പാലക്കാട് പോലെ ഉണ്ട്, ഏകദേശം പാലക്കാട് പോലെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അതെ, നല്ല റോഡാണ്. ദേശീയപാത പോലെ ഉണ്ട്. തമിഴ്നാടാന്ന് വിചാരിക്കും. അതേ സെറ്റപ്പ് റോഡ്. റോഡിന്റെ പണി കണ്ടിട്ടാണേ നമ്മുടെയൊക്കെ റോഡ് കിടക്കണുണ്ട്. ഞാൻ ദൈവം എങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നുള്ള റോഡ് അടിപൊളി. ഇപ്പോഴാണ് ഒരു ഹോട്ടല് കണ്ടു കേട്ടാ. കാര്യം പറഞ്ഞാൽ ഹോട്ടല് വളരെ കുറവാണ് കാണിക്കുന്നത്. കഴിക്കില്ലേ? കഴിക്കേണ്ടി വരും. അല്ല, നമ്മള് വിശന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. ടൈം ആവണല്ലോ. എന്തായാലും വിശപ്പ് തുടങ്ങുമ്പോ നമുക്ക് കഴിക്കാം.
പറഞ്ഞു. പള്ളി ആൻഡ് സ്കൂളാണ് അല്ലേ? പള്ളി സ്കൂളാണ്. സെന്റ് സേവിയർ പബ്ലിക് സ്കൂൾ പോത്താനിക്കാട്. കോതമംഗലത്തുനിന്നും പോത്താനിക്കാട് പോരാത്തത് ഇത്രയും നല്ല സ്ഥലമാണ്. സത്യത്തിൽ എറണാകുളത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് ഈ ജില്ലയിൽ നമ്മൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് എറണാകുളത്ത് തന്നെ. എറണാകുളം ജില്ലയിൽ നല്ലോണം കാണാനുണ്ട്. മിക്കവരും പറയുമ്പോ കൊച്ചി ആ ഒരു ഇത് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എറണാകുളം ജില്ലയിൽ. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇത് പറഞ്ഞ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മലപ്രദേശങ്ങളാണ്. അതെ അതെ അതാണ്. അല്ലാണ്ട് വേറെ അന്തരീക്ഷമാണ്. ഒരു എന്താ പറയാ, നമുക്കൊരു പൊല്യൂഷൻ ഇല്ലാത്ത നല്ല വെള്ളം, നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഏത് സമയത്തും വരാം. പിന്നെ റോഡ് നല്ല റോഡ്, ബ്ലോക്കില്ല. ബ്ലോക്കില്ലാത്ത സൺഡേ കാരണം കൊണ്ടായിരിക്കാം. ബ്ലോക്ക് കുറവാ തീരെ ഈ റൂട്ടിൽ. അങ്ങനെ ഉണ്ടാവാറ് കുറവാണ്. അങ്ങനെ അത്ര വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് കൊച്ചി. എറണാകുളം സിറ്റി വെച്ച് നോക്കുമ്പോൾ അതെ അതെ. സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലോ. രക്ഷയില്ലാത്തത് എറണാകുളത്ത് നമ്മൾ ഇറങ്ങുമ്പോ നേരല്ലേ? നമുക്ക് നേരെ തന്നെ അങ്ങോട്ട് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മള് കറക്റ്റ് ആയിട്ട് 1 മണിക്കൂർ മുന്നെങ്കിലും പോകണം. എറണാകുളത്തിലേക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ പോകണം. ഇത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് എത്താൻ പറ്റി കൊണ്ടിരിക്കുകയാണ്. കാരണം ബ്ലോക്കില്ല, വഴി നല്ലതാണ്, റോഡ് നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ല അടിപൊളി. നമുക്ക് എറണാകുളം പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം 1/2 മണിക്കൂർ മുമ്പിൽ ഇറങ്ങുക. അല്ലെങ്കിൽ ബ്ലോക്കിൽ പെടും. പല കാര്യങ്ങളുണ്ടാവും. ആൾക്കാരൊക്കെ എന്തെങ്കിലും കാരണത്തിന് പോണ, എക്സാമിനോ കാര്യങ്ങൾക്കൊക്കെ പോണ കുട്ടികളായാലും ഒരു 1 ഹവറെങ്കിലും മുന്നേ പോയാലേ എറണാകുളം ടൗണിൽ എത്താൻ പറ്റും. നമ്മൾ കോതമംഗലം റൂട്ടല്ല കേട്ടോ. കോതമംഗലം അല്ല, കോതമംഗലത്തേക്ക് പോയിട്ടില്ല. അതിന്റെ ഭാഗത്തേക്ക് അതിലേക്ക് കയറിയിട്ടില്ല. ഇത് വേറെ റൂട്ടാണ്. ഇത് മറ്റേ പേര് പറഞ്ഞല്ലോ മോനെ, പറഞ്ഞ പോലെ തന്നെ വണ്ണപ്പുറം തൊടുപുഴ. ഇത് കൃത്യം നോക്കിയാണ് ലൊക്കേഷൻ വണ്ണപ്പുറം കാണിച്ചത്. വണ്ണപ്പുറം വലിയ സ്ഥലത്തിന്റെ പേര് കാണിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? ഇത്ര ശ്രദ്ധിച്ചാലും അവര് ഭയങ്കര അശ്രദ്ധയിലാണ് വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധയിൽ പോയില് പേടിയാ വണ്ടി ഓടിക്കും. കാര്യം നമ്മൾ ഇതുവരെ വളരെ നന്നായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എത്തി കാർ പാർക്ക് ചെയ്തു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്ത് അപ്പുറത്തേക്ക് പോയാൽ ഇപ്പൊ ഒരു പരിശുദ്ധമായ ഹോം സ്റ്റേ. അതെ, അത് വെയിലല്ലേ? വേണ്ട, വെയിലുണ്ടോ നോക്കി പോടാം. എനിക്ക് കൊടയില്ലാതെ പറ്റില്ല, അതാ എടുത്തത്. അല്ലെങ്കിൽ എടുക്കണ്ട. വലിയ വെയിലൊന്നും ഇല്ലല്ലോ. വെയിലൊന്നും ഇല്ലല്ലോ, എന്തിനാ കുടവാണ്? കൊടയില്ലാതെ. അതെ, അല്ല ഇങ്ങനെ മാറി കാണാനൊന്നും പറ്റില്ല. എവിടെ പോയി ശരി, താങ്ക് യു. ഓക്കെ, ഞങ്ങൾ ആദ്യമായിട്ട് വരാണ്ടേ. ഞങ്ങൾ ചോറ്റാനിക്കര. പതിയെ നടക്കുക. കാരണം പഴയതുപോലെ ഓടിച്ചാടി നടക്കാനുള്ള അറിയാവുന്നതായിട്ടില്ല. പാറയുടെ കഷ്ണങ്ങൾ, കമ്പിയൊക്കെ ഉണ്ട് ഇവിടെ. ശ്രദ്ധിച്ച് ഒരു ഷോർട്ട് കട്ടാണ്. രോഗികൾ നടക്കുമ്പോൾ വഴിയാണ്. രോഗികൾ നടക്കുമ്പോൾ വഴി ഇത്തിരി പാറ ഉണ്ടായിരുന്നു, അത് അങ്ങനെ നടന്നത്. അമ്മോ, എന്നാ ചെയ്യാടാ. അടിപൊളി അല്ലേ? ഇല്ല, അത് കണ്ടോ? അത് വീടാണോ എന്താണെന്ന് അറിയില്ല. ഹോട്ടലൊക്കെ അല്ലേ? പുറകിലും ആൾക്കാർ. ഇവിടെ ഒരു വീട്ടിലേക്കുണ്ട്. ഇവിടെ ഒരു വീടുണ്ട് നമ്മുടെ പഴയ പാലക്കാട് വീടില്ലേ? ഞങ്ങൾ ഇങ്ങനത്തെ സൈഡിലായിരുന്നു വീടാണ്.
ഞങ്ങളുടെ നാട്ടിലെ വീട് പോലെ ഉണ്ട്. പഴയൊരു വീടുണ്ടായിരുന്നു എനിക്ക് ചെറുത്, അത് കൊടുത്തുപോയി. അത് അതേപോലെയൊക്കെ തോന്നുന്നത്. അതിന്റെ വെന്റ് രാജ്യാണിപ്പോ പഠിച്ചാണ് പറിക്കുന്നുണ്ട്, പൂച്ച നടന്നു പോകുന്നുണ്ട്. അതെ, പൂച്ച പോണു നോക്കിയ മലയിൽ എന്ത് പറ്റി ആന്റി? അല്ല, കാറ് കണ്ടിട്ട് ഇഷ്ടപ്പെടാല്ല, ഇഷ്ടമാണ്. അങ്കിള് വെച്ചടിച്ച് പിടിച്ച് പോണേയുള്ളൂ. അങ്കിളിന് ഇൻട്രസ്റ്റ് ആയെന്നാണ്. മലയിൽ താമസിക്കുന്നതാണ്. അങ്കിളിന് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നുണ്ട്. പാലക്കാട് പോയാൽ മതിയാണ്. വാ അങ്കിളെത്തി. അങ്കിള് പാവം പതുക്കെ വന്നേ ഉള്ളൂ. നല്ല രസമൊക്കെ ഉണ്ടല്ലേ ആന്റി? എങ്ങനെയുണ്ട്? അങ്കിള് നല്ല കൂളായിട്ട് വരുന്നുണ്ട്. ഇതിലോട്ട് കയറുന്തോറും നല്ല മല ഏരിയയാണ് സംഭവം. ഓ, ആന്റിക്ക് വയ്യ, അങ്കിളിനും നല്ല രസമുണ്ട്. സൂപ്പറാണ്, പക്ഷേ നല്ല ചൂട്. എങ്ങനെയുണ്ട് ആന്റി? അടിപൊളി എക്സ്പീരിയൻസ്. കയറിട്ടാ മതി താഴേക്ക്. അല്ല, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? മല കയറാൻ പോയ അവസ്ഥയില്ല. പതിയെ വന്നാൽ മതി. വ്ളോഗേഴ്സ് ഒന്നും മിണ്ടുന്നില്ല. വ്ളോഗേഴ്സിന് സംസാരിക്കാൻ സൗണ്ട് വരുന്നില്ല. അങ്കിളിന് വയ്യാതായി. എന്താ പറ്റി അങ്കിളെ? വിശ്രമിക്കാണ്. ഒരു വ്ളോഗറിനെ കാണാനില്ല. ആ, ഇവിടെ ഉണ്ട്. അതെ, ഏതാ? എങ്ങനെയുണ്ട് ആന്റി എക്സ്പീരിയൻസ്? ഏതാ? ഞങ്ങൾ കയറി ഇരുന്നിട്ട് ഇവിടെ കയറിയോന്നാണ്. വ്ളോഗർമാർ രണ്ടുപേരും ഇരുന്ന് പോയി. ഇനി ആൾക്കാരുകൾ കയറി വരുന്നേ ഉള്ളൂ. ഏതാ ഏതാ? വയനാട്ടിലെ കണ്ടിട്ടാ വന്നേക്കണേ. മേടിച്ചിട്ടൊക്കെയാണ് വന്നെങ്കിൽ ധൈര്യം സംഭരിച്ചു. ഇത്രയും വലിയ പാറയൊക്കെ ഇരിക്കുന്ന നമുക്ക് പേടിയാണ്. ഒരെണ്ണം അണിയാൽ പോരെ. അതെ, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഭഗവാനെ, ഞങ്ങൾ മലയുടെ മേലിലാണ്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ ആല് അതൊക്കെ ഉണ്ടായിരുന്നു. അത്രയും പാറ പൊളിഞ്ഞ് ഒരാല് മുളച്ചുണ്ടായിരുന്നു. അതെ അതെ അതെ. കൃഷ്ണന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. ആന്റിക്ക് 2 ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ നേരെ സെറ്റ് ചെയ്യണേ. മെയിൻ ബ്ലോഗർ അപ്പോൾ സ്വന്തം ഫോണിൽ കുറച്ച് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. വാ, നമുക്കത് താഴെ ഒന്ന് ഇറങ്ങിയിട്ട് അല്ലേ? മെയിൻ ബ്ലോഗർ, നമുക്ക് മെയിൻ ബ്ലോഗറിനെ ഇപ്പോൾ പിടിച്ച് താഴേക്ക് ഇറക്കേണ്ടി തോന്നുന്നു. കാരണം ഭയങ്കര കല്ലും ചവിട്ടുപടി ഒക്കെ ഭയങ്കരമായിട്ടൊരു ഇതാണ്. നല്ലൊരു ഏരിയ കേട്ടോ, കണ്ടു നിൽക്കാൻ ഒരിതുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി ബ്ലോഗർ 2 പേരും വിഷമിച്ച് പോയി. ഞങ്ങളൊരു ഓംലെറ്റ് ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. ആ, നമുക്ക് എല്ലാവർക്കും ഓംലെറ്റോ എന്തായാലും ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാം. ആന്റി എന്താ പറഞ്ഞേക്കണ?
ഒരു ഓംലേറ്റും ഓംലേറ്റ് ഞങ്ങൾ 3 ഓംലേറ്റും ഞാനൊരു സോഡ ലൈമും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആനചാടി വെള്ളപ്പൊക്കം. ആ പക്ഷേ ആദ്യമായിട്ട് അടിപൊളിയാണ്. ഇവിടെ വരാത്തൊരു വരണം കാണാൻ. നല്ല മലയും നല്ല വ്യൂ. അതെ, നല്ല മഴയാക്കിയിട്ട് നല്ല വൈബായിട്ട് ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലേ ആൻറ്റി? അതെ അതെ അതെ. ക്ഷേത്രങ്ങളിൽ രാവിലെ പോകും, വരും, സ്റ്റെപ്പ് കയറുന്നുണ്ട്. അപ്പൊ എനിക്ക് പഴയതുപോലെ എല്ലാവർക്കും ഓടി കയറാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങോട്ട് പോവാം. ഞാൻ പിടിച്ചോളാം കൈ കൊണ്ട് മേടിക്കണ്ട. ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല 2 പേർക്കും. കാഴ്ചകളൊക്കെ കണ്ട് 2 പേരും ആസ്വദിച്ച് നിൽക്കുകയാണ് ഇപ്പൊ. നമ്മള് എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓംലേറ്റ് ഒക്കെ കഴിച്ച് നല്ല എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കയറ്റം കയറുന്നത് കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങൾ നല്ലോണം കണ്ടു. അടിപൊളിയാണ് എല്ലാവരും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശ്രീദേവി സഹദേവൻ. ബൈ.